അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലുള്ളാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പെട്ടെന്ന് നമ്മുടെ ആവശ്യം പൂർത്തീകരിക്കുവാനുള്ള ഒരു മാർഗമാണ്. ആവശ്യങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള ഒരുപാട് മാർഗങ്ങൾ എൻ്റെ ഈ ചാനലിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെയും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ ഇത് എത്രയും പെട്ടെന്ന് ഒരു 15 മിനിറ്റ് മെനക്കെട്ടാൽ നിങ്ങളുടെ ആവശ്യം അത് ഹലാലാണെങ്കിൽ, അത് നിങ്ങൾക്ക് ഖൈറാണെങ്കിൽ പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു മാർഗമാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത്. റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കി സന്തോഷമുള്ള, റാഹത്തുള്ള, ഇസ്സത്തുള്ള ജീവിതം നൽകുമാറാകട്ടെ. സാമ്പത്തികപരമായിട്ട് ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. അവരുടെ എല്ലാവരുടെയും സാമ്പത്തികപരമായ പ്രയാസങ്ങളെല്ലാം നീക്കി, ദാരിദ്ര്യം നീക്കി, റാഹത്തുള്ള ജീവിതം നൽകി, സന്തോഷമുള്ള ജീവിതം നൽകി, മനസ്സമാധാനമുള്ളൊരു ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങളെല്ലാം റബ്ബ് സുബ്ഹാനഹു തആല ശിഫയാക്കി നൽകുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ആവശ്യം എന്താണോ അത് പെട്ടെന്ന് നിറവേറി കിട്ടുവാനുള്ള ഒരു മാർഗമാണ്. അത് എന്താണെന്ന് വെച്ചാൽ, ഫാത്തിഹ സൂറത്ത് നമുക്കെല്ലാവർക്കും പരിചയമായിട്ടുള്ള ഒരു സൂറത്താണ്. അത് എല്ലാ ദിവസവും നമ്മൾ ഓതുന്ന ഒരു സൂറത്തും കൂടിയാണ്. കാരണം നിസ്കാരത്തിൽ അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. മഗ്‌രിബ് നിസ്കാര ശേഷം നിങ്ങളുടെ നിങ്ങൾ ചെയ്യാറുള്ള സുന്നത്ത് നിസ്കാരങ്ങൾക്കും ശേഷം ദിക്റുകളും സ്വലാത്തുകളും എല്ലാം കഴിഞ്ഞതിന് ശേഷം അതേ ഇരുത്തത്തിൽ തന്നെ ഇരുന്ന് ആരോടും ഒന്നും സംസാരിക്കാതെ 40 തവണ ഫാത്തിഹ സൂറത്ത് ഓതുക. വെറുതെ അങ്ങനെ ഓതുകയല്ല, നിങ്ങൾ അതിൻ്റെ തജ്വീദുകളും നിയമങ്ങളും അർത്ഥങ്ങളും എല്ലാം മനസ്സിൽ കരുതി ഓതുക. ഇങ്ങനെ 40 തവണ, വെറും 15 മിനിറ്റ് മതി ഇതിന് ചിലവഴിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ 40 തവണ ഓതിയതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു തആലയോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹം എന്താണോ, നിങ്ങളുടെ ആവശ്യം എന്താണോ നിറവേറി കിട്ടാനുള്ളത്, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്താണോ മാറിക്കിട്ടാനുള്ളത്, അതൊക്കെ റബ്ബിൻ്റെ മുന്നിൽ പറയുക. ആത്മാർത്ഥമായി ദുആ ചെയ്യുക. നിങ്ങൾക്ക് കിട്ടാനുള്ള ആ ആവശ്യം, ആ നിറവേറി കിട്ടുവാനുള്ള ആവശ്യം, അത് നിങ്ങൾക്ക് ഖൈറാണെങ്കിൽ, അത് ഹലാലാണെങ്കിൽ ഉറപ്പായിട്ട് അത് സാധിച്ച് കിട്ടും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഹലാലാണെങ്കിൽ, അത് നമുക്ക് ലഭിക്കുവാൻ, അത് ഖൈറാണെങ്കിൽ, ആ ആവശ്യങ്ങൾ നിറവേറി കിട്ടുന്നത് നമുക്ക് ഖൈറാണെങ്കിൽ റബ്ബ് സുബ്ഹാനഹു തആല എത്രയും പെട്ടെന്ന് അത് നമുക്ക് നിറവേറ്റി തരുമാറാകട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും ഫാത്തിഹ സൂറത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് മാറ്റി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.